യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ നൊവേനയുടെ 8-ാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 37 മുതൽ 47 വരെയുള്ള തിരുവചന ഭാഗമാണ്. അവിടെ നമ്മൾ കാണുന്നത് ആദ്യ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് ലീഹ ഒരു പ്രസംഗം നടത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നമ്മൾ കാണുകയാണ്, ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് ലീഹ പ്രസംഗിക്കുമ്പോൾ ദൈവജനത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, പെന്തക്കോസ്താ തിരുനാളിന് ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിനായി നാം ശരിക്കും ഒരുങ്ങുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യാം. അങ്ങനെ വലിയൊരു ഒരുക്കത്തിന് ശേഷം ഈ പരിശുദ്ധാത്മാഭിഷേകം നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ സ്പർശിക്കുമ്പോൾ അനേകം ദൈവജനത്തിന് ഈശോയെ അനുഭവിക്കാനുള്ള അവസരമായിട്ട് അത് മാറും. പരിശുദ്ധാത്മാഭിഷേകത്തിന് മുമ്പുള്ള പത്രോസും പരിശുദ്ധാത്മാഭിഷേകത്തിന് ശേഷമുള്ള പത്രോസിൻ്റെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും വലിയ വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം, പരിശുദ്ധാത്മാഭിഷേകം സ്വന്തമാക്കിയതിന് ശേഷം പത്രോസ് പിന്നെ പിന്തിരിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ടായിരുന്നു. ഈശോയെ 3 പ്രാവശ്യം നിഷേധിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ പത്രോസ് ലീഹ ശക്തിയുള്ളവനായിട്ട് മാറി. ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട് ഒത്തിരി കഥാപാത്രങ്ങളെ. സാംസന്റെ ജീവിതം പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ അവൻ ശക്തിയുള്ളവനായിട്ട് മാറുന്നു. എന്നാൽ ആ പരിശുദ്ധാത്മാഭിഷേകം അവന് വിട്ടുപോയപ്പോൾ അവൻ്റെ ജീവിതം തകരുന്നു. സാവൂളിൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിന് നിറയപ്പെട്ടപ്പോൾ അവൻ്റെ ജീവിതം ശക്തിയുള്ളതായിട്ട് മാറി. പക്ഷേ ആ ദൈവത്തിൻ്റെ ആത്മാവ് അവനൊരിക്കൽ വിട്ടുപോയി. അപ്പോൾ അവൻ ശക്തിയില്ലാത്തവനായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പരിശുദ്ധാത്മാഭിഷേകം സ്വന്തമാക്കിയാൽ നമ്മുടെ ജീവിതവും ശക്തിയുള്ളതായിട്ട് മാറും. നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈ വചനഭാഗത്തിൽ തന്നെ കാണുന്നുണ്ട്, നിങ്ങൾ പശ്ചാത്തപിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്കും കിട്ടും. പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ഒരു നല്ല കുമ്പസാരം നടത്തുക. വിശുദ്ധിയോടുകൂടെ ഈ പെന്തക്കോസ്താ തിരുനാളിൽ ഒരുങ്ങുക. പത്രോസ് ലീഹായിൽ ശക്തമായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാഭിഷേകം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. നമുക്ക് വളരെ തീക്ഷ്ണതയോടെ, ദാഹത്തോടെ ഈ പെന്തക്കോസ്താ തിരുനാളിൽ ഒരുങ്ങാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ.